ഓ, നീ വന്നു അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാം കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെയാ കുഞ്ഞിക്കണ്ണ. ആ, ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? ഉച്ചിപ്പുറത്ത് നാണുമ്മാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവിധി അല്ലാണ്ട് എന്ത് പറയാൻ? വാ. വക്കീലേ, വക്കീലേ. വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ, കാണാനില്ലെന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങേരെ എവിടെ പോവാൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുഞ്ഞിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി മറിഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു? ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്. വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല് ചെല് ചെല്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഡയറക്ടർ കൊണ്ട് തീരുമാനമാണ്. ടെർമിനേഷൻ നോട്ടീസ് തന്നാൽ അത് മാറ്റിട്ട് പോവുക. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ സർ? കാരണം എന്തെങ്കിലും ഉണ്ടാവുന്ന കുട്ടിക്കോളൂ. അതറിഞ്ഞാലേ എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് മാനസയുടെ ഒരു തെറ്റ്. ഈ പത്രത്തിന് മാനസയുടെ സേവനം വേണ്ടാന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, അത്ര തന്നെ. എങ്കിലും ഇത്ര നാളെ ഈ പത്രത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതല്ലേ? അതൊക്കെ എനിക്കറിഞ്ഞൂടെ? ഇതുകൊണ്ടൊന്നും തന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. മാനസയ്ക്ക് കഴിവും അത് ഉപയോഗിക്കാനുള്ള ധൈര്യമുണ്ട്. അവസരങ്ങൾ താനേ വന്നോളൂ. ധൈര്യമായിരിക്കും. എന്തായി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വിഷമത്തോടെ പോയത്. അത് സാരമില്ല. വാസ്തവത്തിൽ മാനസ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അസറ്റ് ആയിരുന്നു. വാര്യർക്ക് അറിയാമല്ലോ, ഇത് എന്റെ മാത്രം താല്പര്യമല്ല. ഇനി അവളിവിടെ വർക്ക് ചെയ്താൽ അത് ഈ സ്ഥാപനത്തിന് തന്നെ അപകടമാണ്. ഒരു ജേർണലിസ്റ്റിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ബെൻ നരേന്ദ്രനെ പരോളിലിറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ? അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തന്നില്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ? ഇപ്പൊ എന്തായി? ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞത്. ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം. കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ. പക്ഷെ പുറത്തുള്ളവരോ? ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇന്റർവ്യൂ, ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഈ നാട്ടിൽ വേറെയും പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരുവിധം നന്നായി 4 അക്ഷരം കൂട്ടി എഴുതാനാവൂന്നുള്ള അഹങ്കാരമുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഫീച്ചർ എഴുതി പേരെടുക്കാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃകയാക്കുന്നതാണ് നല്ലത്. ആത്മഹത്യ, കത്തിക്കുത്ത്, ഒളിച്ചോട്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. എന്നെപ്പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം? താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല. ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? തുറന്നു പറയണം. തുറക്കാനും അടയ്ക്കാനും ഒന്നും എനിക്ക് സമയമില്ല. തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. പരോള് നീട്ടാനായിരിക്കും. വേണ്ട, ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നു. അതല്ല, ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശ്രമം. ബെൻ നരേന്ദ്രന് കിട്ടിയ അവാർഡ് അപ്രധാനമായ ഒന്നല്ല. മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വമുള്ളവർ കാണുമല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാ ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും. ഇത് മാത്രമല്ല, ജനുവിന്റെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം. മിസ്റ്റർ ജോൺ സക്രയെ പോലുള്ള സാക്ഷികളുള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല.
പുസ്തകത്തിന്റെ റോയൽറ്റി ബാക്കി വരാനുണ്ടായിരുന്നതാ. ഇതോടെ ഈ എഡിഷന്റെ പൂർത്തിയായി. അടുത്ത എഡിഷൻ പ്രിന്റിംഗ് തുടങ്ങാത്രേ. ഞാൻ പറയുന്നത് താനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതാവുന്നിടത്തോളം എഴുതുക, പുസ്തകാക്കുക. പുറത്തിറങ്ങുമ്പോഴേക്കും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് കാണും. വക്കീലിന് വേറൊന്നും പറയാനില്ലേ? എന്നാ വേണ്ട. അപ്പൊ ഈ കാശ് എന്ത് ചെയ്യണം? ബാങ്കിലിടണോ അതോ ഡ്രസ്സുകൾ എന്തെങ്കിലും വാങ്ങിക്കണം? ചികിത്സയ്ക്കും മരുന്നിനൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. മാനസ് ഒറ്റയ്ക്ക് നീ എങ്ങും പോകണ്ട. അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി. ഹലോ, യെസ്, അഡ്വക്കേറ്റ് PS നെന്മാറ ഹിയർ. അതെ, എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പേടിപ്പിക്കാൻ നോക്കരുത്. ഷട്ട് അപ്പ്.
ആരാ വിളിച്ചത്? ഭീഷണിയാണല്ലേ? ഹേയ്, എനിക്കറിയാം. ഞാനിവിടെ താമസിക്കുന്നുണ്ട് വക്കീലിനാ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നും ആലോചിക്കണ്ട. അതല്ല വക്കീലെ, ഏതായാലും ഇനി പരോള് തീരാൻ അധികം നാളില്ല. ഇനിയുള്ള ദിവസങ്ങൾ വല്ല ഹോട്ടലിലോ മറ്റോ. എന്തിന്? ഇപ്പൊ ഈ ഫോൺ വന്നത് കൊണ്ടാണോ? പേര് പറയാതെ ഫോൺ ചെയ്യുന്നവരും ഊമക്കത്തുകൾ അയക്കുന്നവരും ഒക്കെ ഭീരുക്കളാണ്. എന്നെ അവർ ഒരു ചുക്കും ചെയ്യില്ല. എടുത്തുചാട്ടത്തിനൊന്നും താൻ നിൽക്കണ്ട. കഴിയുന്നതും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അപകടം വിളിച്ചു വരുത്തിയിട്ടല്ല ധൈര്യം കാണിക്കേണ്ടത്. കാത്തിരിക്കണം. അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ. ഇതാണ് ഏറ്റവും നല്ല അവസരമെന്നാ എനിക്ക് തോന്നുന്നത്. മാനസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ? അവരുടെ ശത്രു ആകുകയും ചെയ്തു. 11-ാം തീയതി വരെ ഞാൻ കൂട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മാനസ ഒറ്റയ്ക്കാണ്. അത് മറക്കണ്ട. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. തോൽവിയായിട്ട് കരുതണ്ട. ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായെന്നിരിക്കും. ഇല്ല, രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലൊക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. എന്റെ ഡാഡിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്. ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്ങനെ? അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക, അതല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കാണുക. വളരെ സില്ലിയായ ഒരു മാർഗമാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു വഴിയുണ്ട്. കുറച്ച് സാഹസമാണ്. വ്യക്തമായ പ്ലാനിങ്ങും വേണം. പക്ഷേ മാനസയ്ക്ക് അത് പറ്റും ആസ് എ ജേർണലിസ്റ്റ്. പ്രിന്റിംഗ് എല്ലാ എഡിഷനും ആയോ? എവിടെ? സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയിട്ടില്ല. എന്താ ഈ രാത്രിയില്? ഞാനിവിടുന്ന് വിട്ടു, അറിഞ്ഞില്ലേ? ആ, ആരോ പറഞ്ഞു. സത്യമാണല്ലേ? അതെ, നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ടേ. ശരി. ഹലോ. മാനസന്റെ ഈ സമയത്ത് ഇപ്പൊ വന്നാലേ നിങ്ങളെയൊക്കെ കാണാൻ പറ്റൂ. എഡിറ്ററായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല, ജോലി ഒന്നും മതിയെന്ന് തോന്നി, അത്രേ ഉള്ളൂ. സിറ്റി എഡിഷന്റെ പണി കഴിഞ്ഞില്ലേ? ഇല്ല, മാറ്റർ കമ്പോസ് ചെയ്യുന്നുള്ളൂ. ആ, ജോലി നടക്കട്ടെ. സോറി. താങ്ക് യു. വരട്ടെ. ശരി. പകൽമാന്യന്മാർ എന്ന് മുതലാണോ തന്റെ ശത്രുക്കളായത്? നമ്പ്യാരെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. വേണ്ട, നേരം പുലർന്നപ്പോ മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഫോൺ കാളുകൾ, അന്വേഷണങ്ങൾ, നാട്ടുകാർക്ക് ചൂടുള്ള ഒരു വാർത്ത കിട്ടിയല്ലോ.
എന്ത് തെറ്റാടോ തന്നോട് ഞാൻ ചെയ്തിട്ടുള്ളത്? നമ്പ്യാരെ കാര്യം അറിയാതെ ബഹളം വെക്കരുത്. ഞങ്ങൾ ആരും അറിയാതെയാ വാർത്ത വന്നത്. വാര്യരോട് ചോദിച്ചു നോക്കൂ. നിങ്ങളറിയാതെ നിങ്ങളുടെ പത്രത്തിൽ നിങ്ങളുടെ വാർത്ത വരുന്നത്? അതെ സർ, ഇത് കണ്ടില്ലേ, ലാസ്റ്റ് എഡിഷനിൽ മാത്രമാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പരസ്യത്തിന്റെ മാറ്റം പേസ്റ്റർ പേരിൽ നിന്ന് മാറ്റി നമ്മുടെ ഫോട്ടോ കമ്പോസിംഗിൽ കമ്പോസ് ചെയ്ത് ഒട്ടിച്ചു വിട്ടിരിക്കുകയാണ്. പ്രൂഫ് റീഡിംഗ് പോലും കഴിഞ്ഞിട്ടാ ഇത് നടന്നിരിക്കുന്നത്. അസംബ്ലി കൂടുന്ന സമയമാ. പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരുത്തം കുത്തിപ്പൊക്കിയ ആരൊക്കെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? ആർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്തം? തനിക്കോ അതോ പ്രസിലെ തൊഴിലാളിയേക്കോ? എല്ലാവരും വിളിച്ച് ഞാൻ ചോദിച്ചു സർ, ആരും അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്താണ് ആ പെണ്ണോടെ വന്നത്. അതെനിക്ക് കറണ്ടും പോയി. ഏത് പെണ്ണ്? നമ്മളന്ന് പിരിച്ചു വിട്ടില്ലേ, അവള് തന്നെ, മാനസ. മാനസ ഒന്ന് വിളിപ്പിക്കണം. അവളിവിടെ ഇല്ല. ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് പോയി. കള്ളം പറയരുത്. സത്യമാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് പുറത്തു പോകണം. ഇത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളിവിടെ ഇല്ല, സത്യമായിട്ടും ഇല്ല. ഓ, മാനസ. എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന ആ കുട്ടി. ഷീസ് എ റിയൽ നോയ്സൻസ് മിസ്റ്റർ ജലീൽ. ഇടവും വലവും എന്നെ വിട്ടിരുന്നില്ല. ഇന്റർവ്യൂ, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയോ? അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങിപ്പോവാൻ. അല്ല, അവക്കിപ്പോ എന്ത് പറ്റി? അവൾ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല. ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ പോയിരുന്നു. ഇന്നലെ രാത്രി അവൾ അവിടെ ചെന്നിട്ടില്ലെന്നറിഞ്ഞു. അത് ശരി. ഞങ്ങൾ രണ്ട് അവിവാഹിതര് മാത്രമാണ് ഇവിടെ താമസം. വക്കീലിനാണെങ്കിൽ കേസും കക്ഷികളും ഒന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. പിന്നെ ഞാൻ ആ അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനിരിക്കുക. മാത്രമല്ല, ഈ കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓ ശരി ശരി. അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. മറ്റേ ആ ഷോറൂമിന്റെ നമ്പർ വിളിച്ചാൽ മതിയല്ലോ. ആ പിന്നെ രാവിലെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. എന്നോ നടന്ന ഒരു സംഭവം ഇത്രയും നാൾ കഴിഞ്ഞ് കുത്തിപ്പോക്കാൻ ആ പത്രക്കാർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ? ഐ എം സോറി. സിറ്റി മുഴുവൻ ഇതിന്നൊരു വാർത്തയായതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് കാണുമല്ലേ? പോയിക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തു പറഞ്ഞു? എന്തു പറയാൻ? വല്ലാത്തൊരു അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്നത്. അവരങ്ങനെ വിട്ടുപോകുന്ന കൂട്ടരൊന്നുമല്ല. വക്കീലൊന്ന് പേടിക്കാതിരിക്കും. മാനസ സത്യത്തിൽ ഇന്നാണ് ഒരു ജേർണലിസ്റ്റ് ആയത്. കുറെ കാര്യങ്ങളെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചല്ലോ. നാളെ കഴിഞ്ഞാൽ താനങ്ങ് തിരിച്ചു പോകും. ജയിലിനകത്തായ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. എന്നാ വക്കീലും കൂടെ അവിടെ വന്ന് കിടക്കും. എന്റെ കാര്യമല്ല, ഈ കുട്ടിയുടെ കാര്യം ഓർത്താണ്. അവരിനിയും വന്നുകൂടാന്നില്ല. നാളത്തെ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അതുവരെ എവിടെ പോയി താമസിക്കും? ഞാനത് ആലോചിച്ചു. അനാഥ മന്ദിരത്തിലെ സൂപ്രണ്ടിനോട് പറഞ്ഞ് 1-2 ദിവസം അവിടെ താമസിക്കാം. കൊള്ളാം. അത് തന്നെയാണ് പറ്റിയ സ്ഥലം. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. പോകുന്ന വഴിക്ക് കോർട്ടിൽ ഇറങ്ങാലോ. ഇനി ഒരേ ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും പോരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോ ആരോടും ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ ആളില്ല, കടപ്പാടുകളില്ല, ബാധ്യതകളില്ല. ഇപ്പോ ഈ 28 ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ. വക്കീല്, മാനസ. ആലോചിക്കുമ്പോ വെറുതെ മനസ്സിനൊരു വിഷമം. തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്.